വെറൈറ്റി സോംബി സിനിമകൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സോംബി സിനിമ, അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അടിപൊളി ക്ലൈമാക്സും. 2018 പുറത്തിറങ്ങിയ ദ ഹോസ്റ്റൈൽ എന്ന ചിത്രത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കഥയിൽ കൊറോണ പോലെ ഒരു ദുരന്തം, അതിൻ്റെ ഫലമായി ഒരു കൂട്ടം ജനങ്ങൾ സോംബികളായി മാറുന്നു. അഫക്റ്റഡ് അല്ലാത്ത ചില ആളുകൾ സോംബികളെ പേടിച്ച് ഒളിച്ചു കഴിയുന്നു. അവർക്ക് വേണ്ട ഭക്ഷണം സോംബികളുടെ കണ്ണ് വെട്ടിച്ച് കണ്ടെത്തുക എന്ന ജോലിയാണ് ജൂലിയറ്റ് എന്ന നമ്മുടെ കഥാനായികയ്ക്ക്. എന്നാൽ അപ്രതീക്ഷിതമായ ഒരു ആക്സിഡൻറ്റ് അവളെ ഒരു സോംബിക്ക് മുൻപിൽ എത്തിക്കുന്നു. ജീവന് വേണ്ടിയുള്ള നായികയുടെ പോരാട്ടവും അവളുടെ കഴിഞ്ഞ കാലത്തിൻ്റെ ഓർമ്മകളും കൂട്ടിയിണക്കി അവസാനം ഒരു മനോഹരമായ ക്ലൈമാക്സ്, അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമുക്ക് മുൻപിൽ എത്തിക്കുകയാണ് ഈ മൂവി. കഥയുടെ തുടക്കത്തിൽ ഭക്ഷണവും ഫ്യൂവലും അന്വേഷിച്ചിറങ്ങിയ നമ്മുടെ നായിക ചെന്നെത്തുന്നത് അടുത്തുള്ള ഒരു ഗ്യാസ് സ്റ്റേഷനിലാണ്. എന്നാൽ അവിടെ നിന്നും അവൾക്ക് കാര്യമായൊന്നും തന്നെ കിട്ടുന്നില്ല. എന്നിരുന്നാലും അത്യാവശ്യം ടയേർഡായ അവൾ അവിടെ കണ്ട കസേരയിൽ കുറച്ചു നേരം വിശ്രമിക്കാമെന്ന് കരുതി അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത് സീലിംഗിൽ നിന്ന് പതിവില്ലാത്ത ഒച്ചയും ആളനക്കവും ഒക്കെ അവൾക്ക് ഒരുപാട് ഭയം തോന്നുന്നുണ്ട്. എന്നിരുന്നാലും സകല ധൈര്യവും സംഭരിച്ച് അവിടെ നിന്നും ഇറങ്ങി അവൾ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് കാറിൽ കയറി പോകുന്നു. അപ്പോഴാണ് റെസ്ക്യൂ ക്യാമ്പിൽ നിന്ന് ഒരാൾ അവളെ വിളിക്കുന്നത്. എന്തായി, ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾ ഗ്യാസ് സ്റ്റേഷനിൽ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ വിവരിക്കുന്നു. അപ്പോഴാണ് മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അതെ, വണ്ടിയിലെ ബാറ്ററി ലോയാണ്. ഇനി എന്തായാലും ഒരു ഷോർട്ട് കട്ട് എടുത്തേ വരൂ എന്ന് പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്യുന്നു. അങ്ങനെ ഷോർട്ട് കട്ടിലൂടെ പോകുമ്പോഴാണ് അവിടെ ഒരു ട്രക്ക് കാണുന്നത്. അവൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോഴാണ് രക്തം വാർന്ന നിലയിൽ അതിൻ്റെ ഡ്രൈവറാണതെന്ന് മനസ്സിലാവുന്നത്. അയാൾ പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം നടന്ന സോംബിയുമായ അംഗത്തിലാണ് ഇങ്ങനെയൊക്കെ പറ്റിയതെന്ന്. തൻ്റെ കയ്യിൽ ബുള്ളറ്റ് വെച്ച് എന്നെ ഒന്ന് കൊന്നു തരാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവള് പറയുന്നുണ്ട്, എനിക്ക് ഈ ബുള്ളറ്റ് വേസ്റ്റ് ചെയ്യാൻ വയ്യ, തന്റെ കയ്യൊന്ന് എടുത്ത് മാറ്റി നോക്കിയോക്കൂ, ബ്ലീഡായി തനിയെ തന്നെ മരിച്ചോളും എന്ന് പറഞ്ഞ് അവൾ അകത്തോട്ട് പോകുന്നു. പിന്നീട് ആ ബസ്സിനുള്ളിൽ നടക്കുന്നത് വലിയൊരു അക്രമം തന്നെയാണ്. അവസാനം ആ സോംബിയെയും കൊന്ന് അവൾ ഒരു വിധത്തിൽ അതിനകത്ത് നിന്ന് വേണ്ടത്ര സപ്ലിമെന്റ്സും ഫുഡും എല്ലാം കളക്ട് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി വരുന്നു. അപ്പോഴാണ് നായികയുടെ ഭർത്താവിൻ്റെ ഫോട്ടോ നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ വന്ന ഒരു കാറ്റിൽ ആ ഫോട്ടോ പറന്നു പോകുകയും ചെയ്യുന്നു. അത് പിടിക്കാനുള്ള ശ്രമത്തിലാവട്ടെ വണ്ടി തല കുത്തനെ വീഴുന്നു. പിന്നീട് കാണിക്കുന്നത് അവളുടെ പാസ്റ്റാണ്. അതൊരു ആർട്ട് ഗാലറിയാണ്. അവിടെ ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നായികയാവട്ടെ എന്തൊക്കെയോ കുറിച്ചുകൊണ്ട് ഒന്നും മനസ്സിലാവാതെ ഒരു ഫോട്ടോയിൽ നോക്കി അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ നായകൻ ജാക്കിൻ്റെ എൻട്രി. അവൻ വന്ന് ചോദിക്കുന്നു, തനിക്ക് ബേക്കനെ ഇഷ്ടമാണോ? ഏയ്, ഞാൻ വെജിറ്റേറിയൻ ആണെന്ന് അവൾ മറുപടിയും കൊടുക്കുന്നു. അപ്പോഴാണ് പുള്ളിക്കാരന് കാര്യം മനസ്സിലായത്. അവൾക്ക് ചിത്രങ്ങളെ പറ്റിയൊന്നും ഒന്നും അറിയില്ല. അവളോട് പറയുന്നുണ്ട്, ബേക്കൻ എന്ന് പറയുന്ന ആളാണ് ഈ ചിത്രങ്ങളൊക്കെ വരച്ചത്. ഒന്ന് ചമ്മി പോയെങ്കിലും അവൾ ഉള്ള കാര്യം തുറന്നു പറയുന്നു. പുറത്ത് മഴയായതുകൊണ്ട് കയറിയതാണ്. അതേസമയം അവൻ അവളെ ഒരുപാട് ഇഷ്ടാവുന്നുണ്ട്. നമ്മളെ കൂട്ടിമുട്ടിച്ചത് ദൈവമാണെന്നൊക്കെ അവൻ പറയുന്നു. എന്നാൽ ആളൊരിത്തിരി ഫ്ലേർട്ടല്ലേ എന്ന് കരുതി അവൾ പറയുന്നുണ്ട്, ആഹാ, മഴ മാറിയല്ലോ, ഞാൻ പോകട്ടെ. പക്ഷേ കഷ്ടകാലത്തിന് അതാ പുറത്ത് ഗംഭീര മഴ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇനി എന്തായാലും വാ, ഞാനൊരു ചിത്രം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ബേക്കിൻ്റെ ഒരു ചിത്രം കാണിച്ചു കൊടുക്കുന്നു. ഇത് കാണുമ്പോൾ തനിക്ക് എന്താ തോന്നുന്നത്? അവൾ പറയുന്നുണ്ട്, വളരെ മോശമായ ചിത്രം. എന്നാൽ അവൻ പറയുന്നുണ്ട്, ഒന്ന് അടുത്തു നിന്ന് കണ്ണു തുറന്ന് നോക്കി നോക്കൂ. അപ്പോഴാണ് അവൾ അറിയാതെ പറയുന്നത്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അതെ, എല്ലാ ചിത്രവും അത് മനോഹരമാവുന്നത് നമ്മൾ ഉള്ളു തുറന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോഴാണ്. ഇവിടെ കണ്ണു തുറക്കുമ്പോൾ കാണിക്കുന്നത് അവളുടെ പ്രസന്റ് ആണ്. അവൾ ആ കാറിനകത്ത് വല്ലാതെ അകപ്പെട്ടിരിക്കുന്നു. കാലാണെങ്കിൽ വല്ലാതെ മുറിഞ്ഞിട്ടുണ്ട്. വേദന കൊണ്ട് എന്താണെന്ന് ചെയ്യാൻ പറ്റാതെ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് തോക്ക് കാണുന്നത്. അത് പുറത്ത് കിടക്കുന്നു. എങ്ങനെ എടുക്കും? കൈ കിട്ടിയ കമ്പൊക്കെ ഉപയോഗിച്ച് എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ കിട്ടുന്നില്ല. പുറത്തിറങ്ങി എടുക്കാനും പറ്റില്ല. കാരണം പതിയിരിക്കുന്ന സോംബി എപ്പോൾ വേണമെങ്കിലും അവളെ ആക്രമിച്ചേക്കാം. അവിടെ കട്ട് ചെയ്താൽ പിന്നീട് പാസ്റ്റാണ് കാണിക്കുന്നത്. അവർ ആർട്ട് ഗാലറിയുടെ പുറത്തിറങ്ങി അങ്ങനെ നടന്നു പോവാണ്. അപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, തനിക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടുന്നുണ്ടാവില്ലേന്ന്. അപ്പോൾ അവൻ പറയണേ, എവിടെ നിന്ന് കിട്ടാൻ, ഇതുപോലെ കുറേ ആൾക്കാർ വരും വെറുതെ ഫ്രീ ആയി ഫുഡൊക്കെ കഴിക്കാൻ, അല്ലാണ്ട് എന്ത്, നമുക്കൊരു സന്തോഷം, അത്രയേ ഉള്ളൂ. എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞ് അവൾ വിളിക്കുന്നു. അകത്തോട്ട് ചെന്ന് നോക്കുന്ന അവളെ ഒരുപാട് ഞെട്ടുന്നുണ്ട്. കാരണം എത്രമാത്രം നീറ്റ് ആൻഡ് ജെന്റിലാണോ അയാൾ, അത്രമാത്രം ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു നല്ല വീട്. അവർ സംസാരിച്ചു തുടങ്ങി. അവൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന് പാരൻസ് ഇല്ല, അങ്ങനെയൊക്കെ. അവൻ ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് അവളെ. അവൾക്കാണെങ്കിൽ തിരിച്ചും ചെറുതായിട്ടൊരു ഇംപ്രഷനൊക്കെ വരുന്നുണ്ട്. ആ സമയം നോക്കി നമ്മുടെ നായകൻ അവളെക്കുറിച്ച് പറയുന്നു. എന്നാൽ ഇഷ്ടമില്ലാത്ത എന്തോ കേട്ട പോലെ അവൾ അവിടെ നിന്ന് വേഗം കുതിരയോടി എനിക്ക് തിരക്കുണ്ടെന്നും പറഞ്ഞു പോകുന്നു. അവിടെ കട്ട് ചെയ്താൽ പ്രസന്റിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. വേദന കൊണ്ട് സ്റ്റിയറിംഗിൽ നിന്ന് കാലൊക്കെ വലിച്ചെടുത്ത് ആ വേദന അങ്ങനെ കടിച്ചമർത്തിയിരിക്കുകയാണ് അവള്. പിന്നീട് നമ്മളെ വീണ്ടും പാസ്റ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതൊരു റെസ്റ്റോറൻ്റ് ആണ്. നമ്മുടെ നായകൻ അവിടെ ഒരു ക്ലയൻറ്റുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മുമ്പിലൂടെ
അതാ നമ്മുടെ നായിക പോകുന്നു. കൂടെ ഒരു വയസ്സനുണ്ട്. അവരവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നൊക്കെയുണ്ട്. ഒന്ന് ഫോളോ ചെയ്തേക്കാമെന്ന് കരുതി അവൻ പുറകെ പോകുന്നു. പക്ഷെ അവൻ നന്നായിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. വേറൊന്നുമല്ല, അവൾക്ക് അയാളുമായി ഡ്രഗ്സിന്റെ ബിസിനസ്സാണ്. എന്നിരുന്നാലും ഫോളോ ചെയ്യാൻ തന്നെ തീരുമാനിച്ച് അവൻ അങ്ങനെ പോകുന്നു. പോയി നോക്കുമ്പോഴത് അവളുടെ വീടിന് പുറകെ വശത്ത് കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട്. ഏകദേശം ഗുണ്ടകളെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് ചെറുപ്പക്കാരാണ്. അവരുമായിട്ടും അവൾ എന്തൊക്കെയോ ഡീലൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അകത്തോട്ട് കയറി പോകുന്നു. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നായകൻ നിൽക്കുന്നത് കാണുന്നത്. എന്തായാലും ഇതുവരെ ഫോളോ ചെയ്ത് വന്നില്ലേ, ഇനി അകത്തോട്ടും കൂടെ പോരെ എന്ന് പറഞ്ഞ് അവനെ അവൾ ക്ഷണിക്കുന്നു. അകത്ത് കയറിയ നായകനാവട്ടെ ഒരുപാട് ഞെട്ടുന്നുണ്ട്, പണ്ട് അവൾ ഞെട്ടിയതുപോലെ. എന്നാൽ കാര്യം അതല്ല, തികച്ചും ഓപ്പോസിറ്റായ ഒരു റീസൺ. വേറെ ഒന്നുമല്ല, അവൻ്റെ വീട് എങ്ങനെയായിരുന്നു അതുപോലെ ഒന്നല്ല അവളുടെ വീട്. തനി മെസ്സായി ഒരു വൃത്തിയില്ലാത്തൊരു വീട്. അവന് പക്ഷെ അതൊന്നും അവളുടെ മുഖത്ത് നോക്കി പറയുന്നൊന്നുമില്ല. എന്നിരുന്നാൽ പോലും അവൾക്ക് എന്തൊക്കെയോ തോന്നി അവളെല്ലാം മാറ്റി വയ്ക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ എവിടെ നടക്കാൻ, ഒരു അറ്റത്ത് നിന്ന് തുടങ്ങി ഇന്നൊന്നും തീരുന്ന രീതിയിലല്ല അവിടെ വൃത്തികേടായി കിടക്കുന്നത്. അതിനിടയ്ക്ക് അവൾ അവനൊരു കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂട്ടത്തിലൊരു സിഗരറ്റും. അത് വലിച്ചപ്പോഴാണ് അവനൊരു കാര്യം മനസ്സിലായത്. കക്ഷി അത്ര നീറ്റൊന്നുമല്ല, നന്നായി ഡ്രഗ്സിന് അഡിക്റ്റ് ആണ്. കാരണം അതിൻ്റെ ഒരു പഫിൻ്റെ ഇൻറ്റൻസിറ്റി പോലും താങ്ങാൻ നമ്മുടെ നായകന് പറ്റുന്നില്ല. അവൻ സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അവൾ കയർക്കാൻ തുടങ്ങുന്നു. താൻ എന്തിനാണോ എൻ്റെ പുറകെ വരുന്നത്, തനിക്ക് എന്തിൻ്റെ ആവശ്യം ഉണ്ടായിട്ടോ എന്നൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാനിവിടെ തന്നെ ജഡ്ജ് ചെയ്യാൻ വന്നതല്ലേടോ, എനിക്ക് തന്നെ കാണണം, സംസാരിക്കണം, ഇനിയും കുറേ അടുക്കണം, അങ്ങനെയൊക്കെ തോന്നുന്നു, അതുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, താനൊന്ന് ഇറങ്ങി പോവുക ഇവിടുന്ന്, ശല്യം എന്നൊക്കെ പറഞ്ഞ് അവൾ ഒരുപാട് കയർക്കാൻ തുടങ്ങുന്നു. കാര്യം മറ്റൊന്നുമല്ല, അവളുടെ ജോലി ഇതാണ്, അവൾ ഇങ്ങനെയാണ്, അവളുടെ വീട് എങ്ങനെയാണെന്നൊക്കെ അയാൾ മനസ്സിലാക്കിയെന്ന ഒരു കോംപ്ലക്സ് ആണ് കാരണം. അവനോട് കയർക്കുന്നതും പോരാഞ്ഞ് അവൾ അവിടെ ഇരിക്കുന്ന ഒരു വയറെടുത്ത് കയ്യിൽ കെട്ടി ഡ്രഗ്സ് ഒക്കെ കയ്യിൽ കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതുമാത്രം അവനെ കൊണ്ട് സഹിക്കാൻ പറ്റിയില്ല. കാരണം അവൻ അവളെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും മിണ്ടാതെ പുള്ളിക്കാരൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് പ്രസന്റ് കാണിക്കുമ്പോൾ നമ്മുടെ നായിക അവിടെ കേട്ട് അത്യാവശ്യം സ്ട്രഗിൾ ചെയ്യാണ്. അതിനിടയ്ക്ക് അവൾക്ക് ഒരു വോക്കി ടോക്കി കയ്യിൽ കിട്ടുന്നുണ്ട്. അതിൽ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാന്ന് വിചാരിക്കുമ്പോൾ ആരും കണക്ട് ആവുന്നില്ല. ആകെ ടെൻഷൻ അടിച്ച അവള് ഇനി എന്തായാലും വേണ്ടില്ല എന്ന് കരുതി പുറത്തുള്ള ആ തോക്ക് ഒരു വിധത്തിൽ എടുത്ത് അകത്തോട്ട് കയറുന്നു. ആ ശബ്ദം കേട്ട് സോംബി ആക്കട്ടെ വണ്ടിക്ക് മുമ്പിൽ വന്ന് നിൽക്കുന്നു. സകല ജീവനും കൊണ്ട് പേടിച്ച് തോക്കിൽ എയിമും ചെയ്ത് അവൾ അങ്ങനെ നിൽക്കുമ്പോഴതാ വോക്കി ടോക്കി ശബ്ദം വരുന്നു. കഷ്ടകാലം, അവൾ പേടിച്ച ആ വോക്കി ടോക്കി എടുത്ത് പുറത്തോട്ട് എറിയുന്നു. പക്ഷെ അതിന്റെ അരോചകമായ ശബ്ദം നമ്മുടെ സോംബിക്ക് അത്രയ്ക്ക് ഇഷ്ടമാവുന്നില്ല. അതെടുത്ത് ദൂരേക്ക് വലിച്ചെറിയുന്നു. അവിടെ കട്ട് ചെയ്താൽ വീണ്ടും പാസ്റ്റാണ് കാണിക്കുന്നത്. നമ്മുടെ നായകൻ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചോണ്ടിരിക്കുമ്പോൾ വീടിന്റെ മുമ്പിൽ അതാ നമ്മുടെ നായിക വന്ന് നിൽക്കുന്നു. അതും വല്ലാത്ത ജാതി ഒരു കോലത്തിൽ. പോരാത്തതിനാകെ ഇഞ്ചുവേർഡ് ആയിട്ടുണ്ട്. അവൻ അവളെ കണ്ട് ഞെട്ടുന്നൊക്കെയുണ്ട്. എന്നിട്ട് അകത്തോട്ട് മെല്ലെ കൊണ്ടുപോയി ബാത്ത് ടബിലൊക്കെ ഇരുത്തി മുറിവൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്ത് നേരെ കൊണ്ടുപോയി ബെഡിൽ കിടത്തുന്നു. പിറ്റേ ദിവസം അവൾക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ നായകൻ. അപ്പോൾ അവൾ അവിടെ വന്ന് മെല്ലെ അതൊക്കെ എടുത്തു നോക്കി നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഞാനെന്നാ പോവാണ്, എനിക്ക് പോകണം എന്നൊക്കെ പറയുന്നു. വേറെ ഒന്നുമല്ല, അവൾക്ക് ഡ്രഗ്സ് എടുക്കണം. പക്ഷേ ഇതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കിയ നമ്മുടെ നായകനാവട്ടെ വീടൊക്കെ നന്നായി ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് മനസ്സിലാക്കിയ നായികയ്ക്ക് എങ്ങനെയെങ്കിലും അവിടുന്ന് പോയേ പറ്റൂ. അവൾ ഉച്ചത്തിൽ അലറി വിളിക്കുന്നു. അവിടെ കിടന്ന് വഴക്കിടുന്നു. അവിടെയുള്ള എല്ലാ സാധനങ്ങളും തകർക്കുന്നു. എന്നാലും അവൻ പറയുന്നുണ്ട്, നീ എന്ത് വേണമെങ്കിലും ചെയ്യേ, നിന്റെ എല്ലാ ഡിപ്രഷനും അങ്ങ് പുറത്തു വരട്ടെ, എന്നാലും നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞയക്കാൻ പോകുന്നില്ല എന്നൊക്കെ. എന്നിട്ട് ഒരു അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കാൻ വരുമ്പോൾ അതിനെ പെട്ടെന്ന് കുറച്ച് ഐസ് കോരി തണുപ്പിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അതുപോലെ നമ്മുടെ നായകൻ അവളെ അങ്ങ് കെട്ടിപ്പിടിച്ച് ആ ഹഗ്ഗിൽ അവളെല്ലാം മറന്ന് അങ്ങനെ നിൽക്കുന്നു. പിന്നീട് പ്രസന്റിൽ കാണിക്കുമ്പോൾ നമ്മുടെ നായിക കാറിലൊക്കെ അങ്ങനെ തപ്പി നോക്കുകയാണ് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് കുറച്ച് റേഡിയോ ലൈറ്റ്സ് കാണുന്നത്. ലൈറ്റ്സ് എന്ന് പറയുന്നത് സോംബികൾക്ക് അത്യാവശ്യം പേടിയുള്ള കാര്യമാണ്. എങ്ങനെയെങ്കിലും ഇത് ഉപയോഗിച്ച് പുറത്തുള്ള വോക്കി ടോക്കി എടുക്കണം, എന്നാലേ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവൾ അത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് അതിൻ്റെ സഹായത്തിൽ ഒരു വിധത്തിൽ അതൊക്കെ കയ്യിലാക്കുന്നു. എന്നാൽ വോക്കി ടോക്കി കിട്ടിയ സന്തോഷത്തിൽ തിരിഞ്ഞ് കാറിൽ വരാൻ നോക്കുമ്പോൾ അതാ കഷ്ടകാലത്തിന് കാറിൻ്റെ മുകളിൽ നമ്മുടെ സോംബി അങ്ങനെ നിൽക്കുകയാണ്. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നാൽ പുറത്തുനിന്നുള്ള സോംബികൾ വല്ലതും അറ്റാക്ക് ചെയ്താലോ എന്ന് കരുതി അവൾ വേഗം ഓടിച്ചെന്ന് അതിനുള്ളിൽ കയറി ഒരു വിധത്തിൽ ആ കാറ് സ്റ്റാർട്ട് ചെയ്യുന്നു. കാറ് സ്റ്റാർട്ടായാൽ പിന്നെ മുകളിലിരിക്കുന്ന സോംബിക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അടുത്ത സീനിൽ വീണ്ടും പാസ്റ്റാണ് കാണിക്കുന്നത്. നമ്മുടെ നായകനും നായികയും കുറെ കൂടെ ഒന്നുകൂടെ അടുത്തിരിക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, താൻ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നത്? ഞാനല്ലേ തൻ്റെ കൂടെയുള്ളത്. പോരാത്തതിന് ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. എൻ്റെ അമ്മ പറയാറുള്ളതാണ്, ഇങ്ങനെ കൈവിരലുകൊണ്ട് നന്നായി മുഖമൊക്കെ ഒന്ന് തടവിയെടുക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങളെല്ലാം മാറും, നമ്മുടെ ഡിപ്രഷനൊക്കെ ദൂരെ പോയി നമ്മൾ അറിയാതെ ചിരിക്കും. അത് പറഞ്ഞതും അവൾ ചിരിക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഇതെന്തൊക്കെ പൊട്ടത്തരാടോ ഈ ചെക്കൻ പറയുന്നത് എന്ന പോലെയാണ് അവൾ ചിരിക്കുന്നത്.
എന്നിട്ട് അവൻ നേരെ അവളെ കൊണ്ടുപോകുന്നത് ഒരു വീട്ടിലേക്കാണ്. അവർക്കായി അവൻ വാങ്ങിച്ച വീട്. എന്നിട്ട് എല്ലാ റൂമും അവളെ നടന്ന് കാണിക്കുന്നുണ്ട്, കൂട്ടത്തിൽ കിഡ്സ് റൂമും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തിനാ കുട്ടികളൊക്കെ? അപ്പോൾ അവൻ പറയാണ്, ഞാനും നീയും നമ്മുടെ കുട്ടികളും നമ്മുടെ സന്തോഷങ്ങളും അതൊക്കെ വേറെ ലെവലാണ്, അതൊക്കെ നീ അനുഭവിച്ച് തന്നെ അറിയണമെന്ന്. എന്നാലും അവൾ പ്രത്യേകിച്ച് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല. കാരണം അവൾക്ക് അവനെ ഇഷ്ടമാണ്. എന്നാലും അതൊരു പ്രണയമാണോ എന്ന് അവൾക്ക് അപ്പോഴും അറിയില്ല. എന്നാൽ ലിവിങ് ടുഗദർ ആണ്, അത് വേറെ കാര്യം. അതേസമയം പ്രസന്റ് കാണിക്കുമ്പോൾ വോക്കി ടോക്കി വർക്കായ സന്തോഷത്തിലാണ് നായിക. അത് കണക്റ്റ് ആയിരിക്കുന്നു. ക്യാമ്പിൽ നിന്ന് ഒരാൾ വിളിക്കുന്നുണ്ട്. താൻ എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ അകപ്പെട്ടിരിക്കാന്നൊക്കെ പറയുന്നു. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, കാറിനകത്തൊരു ബോക്സ് ഉണ്ട്, അത് ഓണാക്ക്, അതിന് സിഗ്നൽ കണ്ടാൽ അത് ചേസ് ചെയ്ത് ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ പറ്റും, റെസ്ക്യൂ ടീമിനെ അങ്ങോട്ട് അയക്കാനും പറ്റുമെന്ന് പറഞ്ഞ് കട്ട് ചെയ്യുന്നു. അപ്പോഴവൾ നേരെ ചെന്ന് ആ ബോക്സ് കണ്ടുപിടിക്കുന്നു. അപ്പോഴാണ് അതിന് മുകളിലുള്ള ഇൻസ്ട്രക്ഷൻസ് വായിക്കുന്നത്. അതേസമയം വീണ്ടും നമുക്ക് പാസ്റ്റ് കാണിക്കുന്നു. അവിടെ നമ്മുടെ നായിക ഒരു പേപ്പർ എടുത്തുകൊണ്ട് നായകന് നേരെ നീട്ടി പറയാണ്, ഇതിലെ ഇൻസ്ട്രക്ഷൻസ് എനിക്ക് വായിക്കാൻ അറിയില്ല, തനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന്. അതേസമയം അത് തുറന്ന നായകനുണ്ടായ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ അവൾ പ്രഗ്നൻ്റ് ആണ്, അവർക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു. അവിടെ നിന്നും കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കുമ്പോൾ ഒരു വിധത്തിൽ ആ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കി ബോക്സ് ഓണാക്കിയ സന്തോഷത്തിലിരിക്കുകയാണ് നമ്മുടെ നായിക. എന്നാൽ സമാധാനമായി എന്ന് വിചാരിക്കുന്ന ആ കഷ്ടകാലത്തിന് അത് ആ സോംബി ഉള്ളിലേക്ക് കയറാൻ നോക്കുന്നു. ഒരു വിധത്തിൽ അതിനെ തടഞ്ഞു നിർത്താനായിട്ട് സകല പ്രഷറും കൊടുത്ത് കാലുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്താനൊക്കെ നോക്കുന്നുണ്ട്. അത് ഉള്ളിലേക്ക് കൈയിട്ടൊക്കെ അകത്തോട്ട് കയറാൻ നോക്കുന്നു. അതേസമയം പാസ്റ്റ് കാണിക്കുമ്പോൾ നമ്മുടെ നായിക ഇതുപോലെ തന്നെ ഇങ്ങനെ പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അവൾ പ്രസവിക്കുന്നു. പക്ഷേ കുഞ്ഞ് മരിച്ചു പോകുന്നു. ഒരു വിധത്തിൽ ഒന്ന് സന്തോഷിച്ച് വന്നേ ഉണ്ടായിരുന്നുള്ളൂ അവള്. അപ്പോഴതാ വീണ്ടും അവൾ സങ്കടത്തിന്റെ പടുകുഴിയിൽ വീഴുന്നു. എന്നാൽ അവൻ അവളെ നന്നായി കെയർ ചെയ്യുന്നുണ്ട്. അവിടെ കട്ട് ചെയ്താൽ നമ്മുടെ പ്രസന്റില് നമ്മുടെ നായികയ്ക്ക് അത് അടുത്ത മുട്ടൻ പണി കിട്ടിയിരിക്കുന്നു. കാറിന്റെ ഫ്രണ്ട് ഗ്ലാസ് ആണ് ഉടഞ്ഞു പോയത്. അതേസമയം ഈ ചാൻസിൽ അകത്ത് കയറാന്ന് കരുതി നമ്മുടെ സോംബി ആകട്ടെ അകത്തോട്ട് വരാനും ശ്രമിക്കുന്നുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പേടിച്ച് പരിഭ്രാന്തയായ അവള് വേഗം പോയി കാറിന്റെ ഹെഡ്ലൈറ്റ് ഓൺ ചെയ്യുന്നു. ഭാഗ്യം, ഹെഡ്ലൈറ്റിന്റെ വെളിച്ചത്തിൽ സോംബിക്ക് അകത്തേക്ക് കയറാൻ പറ്റുന്നില്ല. അതേസമയം വോക്കി ടോക്കി കണക്റ്റ് ആവുന്നുണ്ട്. ക്യാമ്പിൽ നിന്ന് വിളിക്കുന്ന ആൾ പറയുന്നുണ്ട്, ഈ സമയം എന്തായാലും റെസ്ക്യൂ ടീമിനെ അയക്കാൻ പറ്റില്ല, കാരണം ഒരാൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവൻ കൂടി കളയാൻ പറ്റില്ല എന്ന്. എന്നാൽ ആ ദേഷ്യത്തിന് അവൾ വായി വന്നതെല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അതേസമയം നമുക്ക് വീണ്ടും പാസ്റ്റാണ് കാണിക്കുന്നത്. നായകനും നായികയും കൂടി ഒരു ഡ്രൈവിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയും മുട്ടൻ മഴക്കാണ്. നമ്മുടെ നായിക നന്നായി നായകനെ ചീത്ത പറയുന്നുണ്ട്. നീ കാരണമാണ് ഇപ്പോൾ ഒരു കുട്ടി എന്നൊരു ചിന്ത പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല, നീ കാരണമാണ് എല്ലാം സംഭവിച്ചത്, നീയാണ് എൻ്റെ കുട്ടിയെ നഷ്ടപ്പെടുത്തിയതെന്ന് പറയുന്നു. അപ്പോൾ നായകൻ പ്രതികരിക്കുന്നുണ്ട്, നീ എന്തിനാ എപ്പോഴും നിന്റെ കുട്ടി എന്ന് പറയുന്നത്? അത് നമ്മുടെ കുട്ടിയാണ്, നമ്മുടെ ജീവിതമാണ്. നീ എപ്പോഴും സെൽഫിഷാണ്. നിന്റെ ഡ്രഗ്സ് യൂസേജ് കാരണമാണ് കുട്ടി നഷ്ടമായത്. എന്നിട്ട് ഞാൻ എപ്പോഴെങ്കിലും നിന്നെ വഴക്ക് പറഞ്ഞു? ഇല്ലല്ലോ. അതെന്താ കാരണം എന്നറിയോ? എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ വഴക്കിട്ട് പോകുന്നു. അവൾ പിന്നാലെ പോയി ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ പോകുന്നതെന്ന്. അവരൊന്നും മിണ്ടാതെ അങ്ങനെ പോകുന്നു. അടുത്ത സീനിൽ പ്രസന്റിൽ നമ്മുടെ നായിക അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പുറത്തൊരു ആൾപ്പെരുമാറ്റം. ആരെങ്കിലും രക്ഷയ്ക്ക് വന്നതാണെന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോൾ അതെ, മനുഷ്യരാണ്. പക്ഷെ പതിയിരുന്ന അപകടം അവൾക്ക് പിന്നെയാണ് മനസ്സിലായത്. അതെ, അത് വെറും മനുഷ്യരല്ല, മനുഷ്യരെ തിന്നുന്ന ആ മനുഷ്യരാണ്. അതായത് ഭക്ഷണമില്ലാതായപ്പോൾ ആളുകളെ കൊന്നു തിന്നുന്ന കൂട്ട്. അത് അവളെ ആക്രമിക്കാൻ കത്തിയുമായി വരുന്നു. അവൾ കാലുകൊണ്ട് മൽപ്പിടുത്തം നടത്തുന്നുണ്ട്. അതേസമയം ഇരയെ കണ്ട സന്തോഷത്തിൽ സോംബി വന്നതിനെ വലിച്ചെടുത്തു കൊണ്ടുപോയി പുറത്തിട്ട് ചവിട്ടിക്കൊന്ന് അതിനെ തിന്നുന്നു. എന്നിട്ട് വീണ്ടും കാണിക്കുന്നത് പാസ്റ്റ് ആണ്. അവിടെ നമ്മുടെ നായിക നന്നായി ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ബാറിൽ ഇരുന്നുകൊണ്ട്. ജാക്ക് ആവട്ടെ പിണക്കം മാറിയെന്ന് തോന്നുന്നു, വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അതേസമയം പെട്ടെന്ന് അവിടെ ടി വിയിലൊരു ന്യൂസ് കണ്ട് അവൾ അങ്ങനെ അന്താളിച്ച് നിൽക്കുന്നു. മറ്റൊന്നുമല്ല, അവളുടെ ഭർത്താവ് എവിടെയാണോ ഇറങ്ങിപ്പോയത് അവിടെ കെമിക്കൽ ആക്സിഡന്റ് നടന്നിരിക്കുന്നു. അവൾ പേടിച്ച് തിരികെ വിളിക്കുന്നുണ്ട്, അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. വീണ്ടും പ്രസന്റിലേക്ക് വരുമ്പോൾ സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി ആ സോംബിയുടെ കയ്യിൽ കൊണ്ട് മരിക്കുന്നേക്കാൾ നല്ലത് സ്വന്തമായി മരിക്കുകയാണെന്നും കരുതി താടിക്ക് തോക്കും വെച്ച് നിൽക്കുകയാണ് നമ്മുടെ നായിക. അതേസമയം വീണ്ടും പാസ്റ്റിനെ കാണിക്കുന്നു. അതൊരു ഹോസ്പിറ്റലാണ്. ഏതാണ് വാതകം ചോർന്നതെന്ന് അറിയാത്ത കാരണം അവളുടെ ഭർത്താവിനെ അവിടെ ഐസൊലേഷൻ വാർഡിൽ ഇട്ടിരിക്കുകയായിരുന്നു. അവൾ പോയി കാണാൻ നോക്കുമ്പോൾ അവൾ ഒരുപാട് വിഷമിക്കുന്നു. മറ്റൊന്നുമല്ല, ഒരു ചില്ല് കൂട്ടിനുള്ളിൽ അങ്ങനെ കിടക്കാണ് അവളുടെ ഭർത്താവ്. അവൾക്ക് ഒരുപാട് സങ്കടം വരുന്നുണ്ട്. അടുത്തു നിന്ന് പോയി പറയുന്നുണ്ട്, താൻ എന്നെ വിട്ടുപോവില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, താൻ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവുമെന്ന് എനിക്ക് പ്രോമിസ് തന്നിട്ടുള്ളതെന്നൊക്കെ. പക്ഷേ അവന് പ്രതികരിക്കാൻ പറ്റുന്നില്ല, അവന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എന്നാൽ അവൾ ആ വിഷമിച്ച മുഖത്തോടെ കാണാൻ മാത്രം അവന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ സൂത്രം വീണ്ടും പ്രയോഗിക്കുന്നു. അവളുടെ മുഖത്തിൻ്റെ അവിടെ കൈകൾ വെച്ച് അങ്ങനെ തലോടി കൊടുക്കുന്നു. എന്നിട്ടൊരു സ്ലേറ്റ് എടുത്ത് അതിൽ എഴുതി കാണിക്കുന്നുണ്ട്, ഐ ലവ് യു. അതേസമയം അവളുടെ ഉള്ളിലുള്ള ആ പ്രണയം അവനെ നഷ്ടപ്പെടുമെന്ന് തോന്നിയപ്പോൾ അതങ്ങനെ പുറത്തു വന്നുകൊണ്ട് അവൾ മീ ടു എന്നും പറയുന്നു.
അതിനുശേഷം അവൻ വീണ്ടും എന്തോ എഴുതുന്നുണ്ട്. നെവർ ഗിവ് അപ്പ്, ഒരിക്കലും തളരരുത്, പതറരുത്, ഒന്നും വിട്ടുകൊടുക്കരുതെന്ന് അവളെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാണ് അയാൾ അപ്പോഴും. ഇവിടെ പ്രസന്റ് കാണിക്കുമ്പോൾ നമ്മുടെ നായിക അത് തന്നെയാണ് ഓർക്കുന്നത്. എന്തിന് തളരണം, ഒരിക്കലും പതറാൻ പാടില്ല, എന്ത് വന്നാലും നേരിടുക തന്നെ ചെയ്യണം. ഭീരുക്കളാണ് എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുകയെന്ന് പറഞ്ഞ് ഇനി എങ്ങനെ വന്നാലും അവസാനം വരെ പോരാടാമെന്ന് തീരുമാനിച്ച് അവൾ ഒരു ലൈറ്റും കയ്യിൽ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നു. കയ്യിലൊരു ക്യാൻ മണ്ണെണ്ണയുണ്ട്. അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടാണ് ആ വയ്യാത്ത കാലും വെച്ച് പുറത്തോട്ട് ഇറങ്ങുന്നത്. ചില ധൈര്യം സംഭരിച്ച് അവൾ ആ ലൈറ്റും പിടിച്ച് പുറത്ത് നിൽക്കുന്നു. അവളെ കണ്ട സന്തോഷത്തിൽ ആ സോംബി ആവട്ടെ അവളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അവളുടെ പ്ലാൻ പ്രകാരം ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ആ കെറോസിൻ്റെ ആ ബോക്സിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവൾ വെടിവെക്കും. അങ്ങനെ അവൾ വെടിവെക്കുന്നു. ആകെ തീ ആളിപ്പടർന്നൊക്കെയുണ്ട്. അവൾ വിചാരിച്ചു അത് ചത്ത് കാണും. എന്നാൽ കഷ്ടകാലത്തിന് പുറകിൽ നിന്ന് അത് അവളെ മാരിയെടുത്ത് കൊണ്ടുപോകുന്നു. അവൾ ഭയന്ന് വിറയ്ക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്ന് തോക്ക് വീണ് പോകുന്നുണ്ട്. തോക്കില്ലെങ്കിൽ എങ്ങനെ ഇനി രക്ഷപ്പെടും? അവൾ അവിടെ നിന്നും കുതറി മാറി ഒടുവിൽ ആ തോക്ക് എങ്ങനെയൊക്കെയോ കയ്യിലാക്കി കിട്ടിയ ആ ഗ്യാപ്പിൽ തന്നെ ആ സാധനം വന്ന് അവളെ വലിച്ചഴിച്ച് പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അതങ്ങനെ അവളെ പുറത്തോട്ട് വലിച്ചെറിയുന്നു. വേദനിച്ചെങ്കിലും തിരിഞ്ഞു നിന്ന് അവൾ കയ്യിലുള്ള തോക്ക് ഉപയോഗിച്ച് അതിനെ വെടിവെച്ചിടുന്നു. അതവിടെ വീണ് കിടക്കുന്നു. ഇവളാണെങ്കിൽ വീഴ്ചയിൽ ആകെ വേദനിച്ച് അങ്ങനെ ബോധം കെട്ട് കിടക്കുന്നു. അവിടെ കട്ട് ചെയ്താൽ പിന്നെ കാണിക്കുന്നത് പാസ്റ്റാണ്. ഹോസ്പിറ്റലിൽ നമ്മുടെ നായിക നന്നായി ബഹളം വെക്കുന്നുണ്ട്, അലമുറയിട്ട് കരയുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചാൽ ആളുടെ ഭർത്താവിനെ അവിടെ കാണുന്നില്ല. അവൾ ഒരുപാട് വിഷമത്തിൽ അങ്ങനെ കരഞ്ഞ് തളർന്നിരിക്കുന്നു. പിന്നീട് വീണ്ടും പ്രസൻറ്റിലേക്കാണ് വരുന്നത്. രാവിലെ ആയിരിക്കുന്നു. അവൾക്ക് ചെറുതായി ബോധം വരുന്നുണ്ട്. മെല്ലെ എഴുന്നേൽക്കാമെന്ന് വിചാരിക്കുമ്പോഴാണ് ആ സോംബി അവളുടെ അടുത്തേക്ക് പാതി ജീവനും വെച്ച് കയറി വരുന്നത്. മെല്ലെ മെല്ലെ അത് അവളുടെ മേലെ അരിച്ച് കയറുന്നുണ്ട്. കയ്യിലുള്ള തോക്കെടുത്ത് എങ്ങനെയെങ്കിലും വെടിവെക്കാമെന്ന് വിചാരിച്ചാൽ അവളെ കൊണ്ട് പറ്റുന്നില്ല. പെട്ടെന്നാണ് അതിൻ്റെ നീളൻ കൈകൾ വന്ന് അവളുടെ മുഖത്ത് അതിൻ്റെ 5 വിരലുകളും വെച്ച് ഇങ്ങനെ തലോടി എടുക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് അവൾ ആ സത്യം തിരിച്ചറിയുന്നത്. ഇത്രയും നേരമായിട്ട് അവളെ പിന്തുടർന്ന് വന്നുകൊണ്ടിരുന്നത് വേറെ ആരുമല്ല, അവളുടെ ഭർത്താവ് തന്നെയാണ്, ജാക്ക്. അപ്പോഴാണ് നമുക്ക് മറ്റൊരു കാര്യം കാണിച്ചു തരുന്നത്. അന്ന് ആർട്ട് ഗാലറിയിൽ വെച്ചിട്ട് അവൾ അവനോടൊരു കാര്യം പറയുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഇറങ്ങിപ്പോയാൽ ഏത് ഗോഡാണ് അല്ലെങ്കിൽ ഏത് ഡെസ്റ്റിനിയാണ് നമ്മളെ ഒന്നിപ്പിക്കുകയെന്ന്. പക്ഷെ ഒന്നിനു വേണ്ടിയും അവളെ വിട്ടുകൊടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ സ്പോട്ടിൽ അവൻ പോയി ആ എക്സിബിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് അവളൊരു കാര്യം തിരിച്ചറിയുന്നത്. നമ്മളെ ഒരാൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ അത് ഫോളോ ചെയ്ത് വരിക തന്നെ ചെയ്യും. അതുതന്നെയാണ് ഇപ്പോഴും സംഭവിച്ചത്. ഒരു സോംബി ആയിട്ട് പോലും അവൻ അവൻ്റെ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് അവളെ പിന്തുടർന്ന് ഫോളോ ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അവൾ തിരിച്ചറിയുന്നുണ്ട്. അത് നമ്മളിതിൽ പറയാതെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് അന്ന് അവനൊരു ചിത്രം കാണിച്ച് പറഞ്ഞിട്ടുണ്ട് അഗ്ലി ആയിട്ടുള്ളൊരു സാധനത്തിൻ്റെ ഉള്ളിലെ ബ്യൂട്ടിയെ പറ്റിയിട്ട്. അതായത് ഇപ്പോൾ അവളുടെ ഭർത്താവ് അത്രമാത്രം അഗ്ലിയായി വന്നിട്ട് പോലും അതിൻ്റെ ഉള്ളിലെ ആ ഇന്നർ ബ്യൂട്ടിയെ അവൾ തിരിച്ചറിയുന്നു. ഇനി ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഒരുമിച്ച് മരിക്കാമെന്ന് കരുതി ഒരൊറ്റ ബുള്ളറ്റിൽ അവർ രണ്ടുപേരും ജീവിതം അവസാനിപ്പിക്കുന്നു. അങ്ങനെ ആ മനോഹരമായ സിനിമ അവിടെ അവസാനിക്കുന്നു.